ഇതുവരെ കേട്ടിട്ടുള്ള എല്ലാ സ്ക്രിപ്റ്റ്സിലും നമ്പർ 1 സ്ക്രിപ്റ്റ് JSK ആണ്. ചിന്താമണി കൊൽക്കേസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. ആൻഡ് ഇത്രയും പവർഫുൾ ആയിട്ട് ഡയലോഗ്സ് ഡെലിവറി ചെയ്യാൻ കഴിയുന്ന വേറെ ഒരാളില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അഷ്കർ സ്കൂളില് ടീച്ചേഴ്സ് തൊട്ടെ പേര് മാറ്റി വിളിക്കുന്നത്. അത് ഓർമ്മ വന്നു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ പറഞ്ഞ ശരിയായില്ല. ആണെങ്കിലും പല്ലവിക്കാണെങ്കിലും മഡോണയ്ക്കാണെങ്കിലും നിവിൻ ചേട്ടനാണെങ്കിലും ആരാണെങ്കിലും അതിന് പ്രേമത്തില് നന്നായിരുന്നു കേട്ടോ. പ്രേമം നന്നായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവരവരുടെ മെമ്മറീസ് പറയുന്നു. അത്യാവശ്യം ശരീരം അനങ്ങി ഞങ്ങൾ ഷൂട്ട് ചെയ്തൊരു സാധനമാണ്. ഫൈറ്റ് മാസ്റ്റർ ഒക്കെ പേര് മാത്രമേ നമ്മളെ വിളിച്ചുള്ളൂ എന്ന് തോന്നുന്നു. ഈ ക്ലൈമാക്സിൽ ആക്ഷൻ സീക്വൻസ് ബ്ലോക്ക് എന്നുള്ള രീതിയാണ് സുരേഷ് ചേട്ടന്റെ ഒരു കിടിലം മാസ് പരിപാടി. മാധവന്റെ ലുക്ക് മാറാൻ വേണ്ടി മാധുവിന് മെച്ചുറായി വരുന്ന ഒരു കാലഘട്ടം ഭയങ്കര ചെറുപ്പമായിരുന്നു. അമ്മാവനെ പോലെ. പക്ഷെ തെലുഗുല് ഞാൻ എന്താ ചെയ്യണമെന്ന് ഇവിടെ പല ആൾക്കാർക്കും അറിയില്ല. ഞാൻ കന്നഡയിൽ ഒരു സിനിമ ചെയ്തു. എന്റെ ലൈഫിൽ ഒരു വർക്ക്ഷോപ്പ് പോലെയായിരുന്നു ഒരു സിനിമയായിരുന്നു. പരിയേരും പെരുമാളിന് സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഡേറ്റിന്റെ ഇഷ്യൂ കാരണം എനിക്ക് ചെയ്യാൻ പറ്റില്ല. That's something that I really feel sad about. JSK സിനിമയുടെ ടീമാണ് ദ ക്യൂ സ്റ്റുഡിയോ അഭിമുഖത്തിൽ മാധവ് സുരേഷ്, അനുപമ പരമേശ്വരൻ, ശ്രുതി രാമചന്ദ്രൻ, അഷ്കർ അലി. നമസ്കാരം. സ്വാഗതം. ആദ്യം തന്നെ ഇപ്പോൾ JSK സിനിമയെ കുറിച്ച് ചോദിക്കുന്നതിന് മുന്നേ സുരേഷ് ഗോപി എന്ന ആക്ടർ നമ്മൾ ആദ്യം ഇപ്പോൾ വ്യൂവേഴ്സിൻ്റെ കാഴ്ചപ്പാടിൽ ആര് ചിന്തിച്ചാലും ആദ്യം മനസ്സിലേക്ക് വരുന്ന പോലീസ് കഥാപാത്രം അല്ലെങ്കിൽ വക്കീൽ കഥാപാത്രം. വക്കീൽ അധികം സിനിമയിൽ ചെയ്തിട്ടില്ല എങ്കിൽ പോലും ചിന്താമണി കൊലക്കേസിലെ ഒറ്റ ക്യാരക്ടർ വെച്ച് ഭയങ്കരമായിട്ട് നമുക്ക് ഉള്ളിൽ ഭയങ്കരമായിട്ട് മെമ്മറി ഉണ്ട്. ഇത് ശരിക്കും ഒരു ബാക്ക് ടു അഡ്വക്കേറ്റ് എന്ന ഒരു ഹൈ ആണോ നിങ്ങൾക്ക്? ശരിക്കും ആ ഒരു എക്സൈറ്റ്മെന്റ് ആണോ JSKയിലേക്ക് ആദ്യം വിളിക്കുമ്പോൾ? എക്സൈറ്റ്മെന്റ് കുറെ ഉണ്ടല്ലോ അല്ലെ? അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇതെന്റെ ഡെബ്യൂ പ്രോജക്റ്റ് ആണ്. എന്റെ ഫസ്റ്റ് ഞാൻ ഒരു പ്രൊഫഷണൽ ആക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റ് ആണ് എനിക്ക്. പക്ഷെ JSK ഇസ് മോർ അബൌട്ട് ദ സ്റ്റോറി. ജാനകിയുടെ ക്യാരക്ടറിനെ റിവോൾവ് ചെയ്താണ് ഈ എൻറ്റയർ സിനിമ പോയിരിക്കുന്നത്. സോ ഈ സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്തും ഞാൻ ഏറ്റവും ഇംപ്രസ്ഡ് ആയത്. ടു ഡേറ്റ് ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ള എല്ലാ സ്ക്രിപ്റ്റ്സിലും നമ്പർ 1 സ്ക്രിപ്റ്റ് JSK തന്നെയാണ്. ദ വൺ ദാറ്റ്സ് അട്രാക്റ്റഡ് മീ ദ മോസ്റ്റ്. ഞാൻ അതിൽ ഭയങ്കര ഐ വാസ് ഇൻവെസ്റ്റഡ് ഇൻ ദ സ്ക്രിപ്റ്റ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആ സിനിമയുടെ സ്ക്രീൻ പ്ലേയിലും വരുന്ന കോണ്ടന്റിലായിരിക്കും മോർ ദാൻ എ സുരേഷ് ഗോപി ഫിലിം. ദിസ് ഇസ് മോർ അബൌട്ട് ജാനകി, ദ സ്റ്റോറി. സിനിമ ഇസ് ഗോണ സ്പീക്ക് ഫോർ ഇറ്റ്സെൽഫ്. ആരെയും സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിട്ടില്ല. എല്ലാ ക്യാരക്ടറിനും അവരുടേതായ ഒരു ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അനുപമയുടെ എന്താ ഈ ഏറ്റവും വലിയ ഹൈ എന്ന് പറയുന്നത് എന്താ? സബ്ജക്ട് ഇറ്റ്സെൽഫ്. പിന്നെ പറഞ്ഞ പോലെ സുരേഷ് സാറ് അഡ്വക്കേറ്റ് ആവുമെന്ന് പറയുമ്പോൾ there is nothing more exciting than that. ചിന്താമണി കൊൽക്കേസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. ആൻഡ് ഇത്രയും പവർഫുൾ ആയിട്ട് ഡയലോഗ്സ് ഡെലിവറി ചെയ്യാൻ കഴിയുന്ന വേറെ ഒരാളില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു മാജിക് ഡയറക്റ്റ് ആയിട്ട് ലൈക്ക് ഫേസ് ടു ഫേസ് എനിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വളരെ എന്താ പറയാ മാജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ലൈക്ക് ഹി ഓൾസോ സെഡ്, ഇങ്ങനെ ഒരു കഥാപാത്രത്തിന് ചുറ്റിയാണ് കഥ നടക്കുന്നത്. അങ്ങനെ ഒരു കഥാപാത്രം ആവാനായിട്ട് ആ ടൈറ്റിൽ ക്യാരക്ടർ ആവാൻ പറ്റിയത് വളരെയധികം സന്തോഷം. ആൻഡ് ഐ ഹാവ് എ വെരി വണ്ടർഫുൾ ടീം. ഇതിന്റെ കാസ്റ്റ് ആണെങ്കിലും ക്രൂ ആണെങ്കിലും എല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. സോ ഐ റിയലി ഐ ആം ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി. എന്താ ഇപ്പൊ ജാനകി എന്ന് പറയുമ്പോ ടൈറ്റിൽ ഇതിൽ തന്നെ ഉണ്ട്. എന്താണ് ജാനകിയെ പറ്റി പറയാവുന്ന ഒരു ഇൻഫർമേഷൻ? സ്പോയിലേഴ്സ് വേണ്ട, അല്ലാതെ എല്ലാം പോട്ടെ. എന്താണ് ക്യാരക്ടറിനെ പറ്റി? ജാനകി ഈസ് ലൈക്ക് ഗേൾ നെക്സ്റ്റ് ഡോർ. നമുക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടി. നമുക്ക് എല്ലാവർക്കും അറിയാം, ചിലപ്പോൾ നമുക്ക് അറിയാതെ പോവാം ഇങ്ങനത്തെ ജാനകിമാര് നമ്മുടെ ചുറ്റുമുണ്ടെന്നുള്ള കാര്യം. സോ ഷീ ഈസ് വൺ നോർമൽ ഗേൾ. ആൻഡ് അവളുടെ ലൈഫിൽ നടക്കുന്ന വളരെ അബ്നോർമൽ ആയിട്ടുള്ള വളരെ എന്താ പറയാ ഒരു ടേർമോയിൽ ഓഫ് തിങ്സ് ആണ് ഈ സിനിമ. അപ്പൊ വാട്ട് ഇമോഷൻസ് ഷീ ഗോസ് ത്രൂ ഇൻ ദിസ് മൂവി, അത് പല ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിൽ എംപത്തൈസ് ചെയ്യാൻ പറ്റും. They wouldn't know how it feels, but when they see it, they can empathize it. That's what I feel. ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല. ശ്രുതി, ബിഫോർ JSK ബൈപ്പാസിന്റെ ഇപ്പത്തെ സ്ഥിതി എന്താ? ഇപ്പൊ we finished all the shows in എറണാകുളത്തെല്ലാം കഴിഞ്ഞു. ഇനി
വി വോണ്ട് ടു ട്രാവൽ വിത്ത് ദ പ്ലേ. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ചാൽ ഇന്ത്യക്ക് പുറത്തും സഞ്ചരിക്കുന്നുള്ള മീൻസ് എൻക്വയറീസ് ഒക്കെ വന്നിട്ടുണ്ട്, പരിപാടി എൻക്വയറീസ് വന്നിട്ടുണ്ട്. അടുത്ത ഷോ പുറത്താണോ? അത് എനിക്കറിയില്ല. ഐ തിങ്ക് മേ ബി ഇവിടെ തന്നെ ആയിരിക്കും, കൊച്ചിയിലല്ല, പക്ഷെ വിത്തിൻ കേരള ആയിരിക്കും. എനിക്ക് വി ഡോണ്ട് ഹാവ് ദ ഡീറ്റെയിൽസ് യെറ്റ്. എല്ലാം ഒന്ന് കൺഫേം ആവുമ്പോ ഐ തിങ്ക് വിൽ ലെറ്റ് യു ഗൈസ് നോ. എന്താ ശരിക്കും ഈ സിനിമയ്ക്ക് പുറത്ത് ഒരു കളക്റ്റീവ് സ്വഭാവം കൂടി ഉണ്ടല്ലോ, തിയേറ്റർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് സ്വഭാവം ഉണ്ട്, കളക്റ്റീവ് ഉണ്ട്. എന്താണ് അതിലുള്ള ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ? ഭയങ്കര ഭീകരമാണ്. എനിക്ക് ഈ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പുതിയതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ ഫ്രാൻസിസും റോഷനും കൊളാബറേറ്റ് ചെയ്തിട്ട് വെരി നോർമൽ ഫാമിലി എന്ന് പറഞ്ഞ പ്ലേ ചെയ്തിരുന്നു. അപ്പോൾ ഇത് ബൈ ബൈ ബൈപ്പാസ് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് എവർ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാൻ തന്നെ. ഓഫ് കോഴ്സ് വെരി നോർമൽ ഫാമിലിയിൽ എല്ലാത്തിനും കൂടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ ഇറ്റ് വിൽ ബി ബാക്ക് സ്റ്റേജോ യുനോ അങ്ങനെ. പക്ഷെ ഇവിടെ ആവുമ്പോൾ ഇറ്റ് വാസ് നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതും, സിനിമയിലാണെങ്കിലും ആക്ടേഴ്സ് അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഇടും. പക്ഷെ തിയേറ്റർ എന്ന് പറയുന്നത് ആക്ടേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് കുറച്ചുകൂടെ ഭീകരമാണ്, അധികമാണ്. ആൻഡ് സോ മെനി തിങ്സ് ചേഞ്ച് ഓൺ ദ സ്പോട്ട്. ആൻഡ് തിയേറ്റർ ആക്ച്വലി ഈസ് സച്ച് എ ബ്യൂട്ടിഫുൾ കൊളാബറേറ്റീവ് എക്സ്പീരിയൻസ്. അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് യുനോ ആ ഒരു ഫീൽഡിൽ കുറച്ചുകൂടെ വന്നിട്ട് ഐ എം സീയിങ് ഹൗ ദേ വർക്ക് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ it's more like a family who comes together to work. And of course we are the writers, appo nammal korchu onnu we write the script and we give it to them and they improvise it completely alle. Appo പക്ഷെ അവരുടെ ഒരു ബോണ്ടും കാര്യങ്ങളും പിന്നീട് I mean when you go there and see it, they have really taken the play to another level. Appo theatre is a much more collaborative, very satisfying എക്സ്പീരിയൻസ്. മച്ച് മോർ കമ്പയർ അല്ല ഞാൻ ചെയ്യുന്നത്, പക്ഷെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. നമ്മൾ എഴുതിയൊരു കാര്യം എങ്ങനെ അത് സ്റ്റേജിൽ കാണുമ്പോൾ എവറി ഷോ ഇസ് ഡിഫറെന്റ്. ഞാൻ എല്ലാ ഷോവും കണ്ടിട്ടുണ്ട് എക്സെപ്റ്റ് ദ ലാസ്റ്റ് വൺ. പക്ഷെ എവറി ഷോ ഹാസ് ബിൻ ഡിഫറെന്റ്. എല്ലാ ഷോയിനും ഓഡിയൻസ് റിയാക്ഷൻ ഹാസ് ബിൻ ഡിഫറെന്റ് ടൈംസിലാണ്, ഡിഫറെന്റ് കാര്യങ്ങളോടാണ് അവർ എംപത്തൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ വെരി ഡിഫറെന്റ്. ഇനി സിനിമയിലേക്ക് വരുമ്പോ അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാ? ഈ പറഞ്ഞ തിയേറ്റർ എന്ന് പറയുന്ന പോലെ JSKയിലേക്ക് വരുമ്പോൾ JSK അപ്പൊ ഇവര് പറഞ്ഞ മാതിരി തന്നെ ബിറ്റ്സ് ഓഫ് എവറിത്തിങ് ദേ സെഡ്. JSKയിലെ കഥയാണ് പാരമൗണ്ട്. അപ്പോ ഇതിന്റെ കഥ, നമ്മൾ സംസാരിക്കുന്ന വിഷയം ഇസ് എ വെരി വെരി സ്ട്രോങ് സബ്ജക്ട്, വെരി റെലവെന്റ് സബ്ജക്ട്. അപ്പോൾ അത് ജാനകിയുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു കഥയാണ്. ആൻഡ് ഓൾസോ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഓഫ് കോഴ്സ് ദ ടീം, the cast, the crew. പിന്നെ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ നിവേദിത എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ഷീസ് എ ലോയർ. അപ്പൊ ഞാൻ ലോയർ ക്യാരക്ടേഴ്സ് ഇതുവരെയും ചെയ്തിട്ടില്ല. ആൻഡ് സോ ദാറ്റ് വാസ് എക്സൈറ്റിംഗ്. സോ ഓവറോൾ ഐ തിങ്ക് ദ സ്റ്റോറി എല്ലാം പൊതുവെ പറയണ മാതിരി എവറിത്തിങ് അബൌട്ട് ദിസ് ഫിലിം വാസ് എക്സൈറ്റിംഗ്. ആദ്യം കേട്ടത് ശ്രുതിയുടെ ക്യാരക്ടർ ഓൾമോസ്റ്റ് കോർട്ട് റൂമിൽ തന്നെയുള്ള ഈ പറഞ്ഞ പോലെ അഡ്വക്കേറ്റിന്റെ ഫയർ ബ്രാൻഡ് ഡയലോഗ്സ് ഒക്കെ ഉള്ള ആ രീതി തന്നെയാണ് പോകുന്നത്. എങ്ങനെയാണ് പോകുന്നത്? ഡയലോഗ്സ് ഒക്കെ അത് പറയാൻ പറ്റില്ല എന്നല്ല, സിനിമ ഇറങ്ങട്ടെ എന്നിട്ട് പറയാൻ ഇല്ല. പക്ഷെ യെസ്, കുറച്ച് ഹെവി ഡയലോഗ്സ് ഉള്ള നല്ലോണം ഉള്ളൊരു പാടുപെട്ടു അത്യാവശ്യം ഇല്ല. പക്ഷെ സോ എന്റെ സീൻസ് വർ വിത്ത് സുരേഷ് ഏട്ടൻ ആൻഡ് അനുപമ. സോ sharing a space with someone of that caliber, അത്ര ചിന്താമണി കൊലക്കേസ് എന്ന് പറഞ്ഞില്ലേ. സോ എന്റെ യെസ് മേ ബി ദാറ്റ്സ് പ്രോബബ്ലി ദ ഓൺലി വക്കീൽ വേഷം ദാറ്റ് ഹീസ് ഡൺ, ബട്ട് ഇറ്റ് ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ദാറ്റ്. അതൊരു എൻഡ്ലെസ് റിസോഴ്സ് ആയിട്ടാണ് ഞാൻ സുരേഷ് ഏട്ടനെ കണ്ടത്. സോ ഡയലോഗ്സിൽ എന്തെങ്കിലും ഒരു തെറ്റോ, ലീഗൽ ടേംസിൽ എന്തെങ്കിലും ഒരു തെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹീൽ ടെൽ മീ. ഇതിലെ ഇല്ല, അത് തെറ്റാണ്. അപ്പൊ അത്രയും പഠിച്ച ഡയലോഗ് മാറ്റി പറയണം, അത് വേറെ കാര്യം. പക്ഷെ സ്പോട്ടിൽ ഇംപ്രവൈസ് ആയിരുന്നു ഇതില് പ്രശ്നം. ബിക്കോസ് യു കാൻ ഇംപ്രവൈസ് വിത്ത് ലീഗൽ ടേംസ്. ബട്ട് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. കാരണം ഇങ്ങനെ പറയുമ്പോൾ ഹിൽ സേ ഇല്ല അത് തെറ്റാണ് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ സ്ക്രിപ്റ്റ് മാറ്റി ഡയലോഗ് മാറ്റി എഴുതും അങ്ങനെ. ബട്ട് ഇറ്റ് വാസ് ഐ ആബ്സല്യൂട്ട്ലി എൻജോയ്. എനിക്ക് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ വക്കീൽ റെഫറൻസ് ആക്ച്വലി പടത്തിലെ വക്കീൽ റെഫറൻസ് ആയിരുന്നോ അതോ എങ്ങനെയായിരുന്നു റെഫറൻസ്? ആക്ച്വലി എങ്ങനെ മൾട്ടിപ്പിൾ. എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരുപാട് ലോയേഴ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ കസിൻ സിസ്റ്റർ ഉർമിള ഇസ് എ വെരി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ലോയർ. അപ്പോൾ ഉർമിളയുടെ കയ്യിൽ നിന്ന് കുറെ റെഫറൻസ് ഞാൻ എടുത്തിരുന്നു. പിന്നെ നമ്മൾ ഈ
what I tried to do was normalize Nivedita as a character. Mm. അല്ലാതെ As a കാരണം human treat as a human. കാരണം നിവേദിതയുടെ ഡയലോഗ്സ് കുറച്ച് അധികം ഹെവി ആണ്, പക്ഷെ ഷീസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എ ഹ്യൂമൻ ആൻഡ് ലോയേഴ്സ് ആർ ഹ്യൂമൻ. അപ്പോൾ അതിനെ ഹ്യൂമനൈസ് ചെയ്യുക. ആൻഡ് നിവേദിത ഹാസ് എ വെരി സോഫ്റ്റ് സൈഡ്. നിവേദിത ജാനകിയുമായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യണ ഒരു ക്യാരക്ടറാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് സിനിമ ഇറങ്ങുമ്പോൾ കാണും. അപ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവൻ ദോ ദ ഡയലോഗ്സ് ഹാവ് ബിൻ ക്വൈറ്റ് ഹെവി. അത് ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ അത് ശ്രദ്ധിച്ചിരുന്നു. സാധാരണ അത്രയും കടുകട്ടിയായിട്ടുള്ള ഡയലോഗ് പറയുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഹെവി ആയി തോന്നും. പക്ഷെ ഇത് ഭയങ്കര കണക്ട് ചെയ്ത ഒരു ഇമോഷനിൽ അങ്ങനെ പറഞ്ഞത് പോലെ തോന്നി. ഡയലോഗ്സിനെ ലൈറ്റർ ആക്കി പറഞ്ഞു. ട്രൈ ചെയ്തിട്ടുണ്ട്. മേ ബി ആ ഡയലോഗ്സിന് ലൈറ്റർ ആയിട്ട് പറയാനായിരിക്കില്ല, പക്ഷെ വാട്ട് ഷീസ് ഫീലിംഗ് അറ്റ് ദാറ്റ് ടൈം കുറച്ചൊരു സോഫ്റ്റ് ആയിരിക്കും. അഷ്കർ എന്താ JSK എക്സൈറ്റ്മെന്റ് എന്താണ് ക്യാരക്ടർ പരിപാടി എന്താണ്? അഷ്കർ എന്നല്ല, അസ്കർ എന്നാണ് എന്റെ പേര്. sorry. എനിക്ക് മറ്റേ സ്കൂളില് ടീച്ചേഴ്സ് തൊട്ട് എന്റെ പേര് മാറ്റി വിളിക്കുന്നത്. അത് ഓർമ്മ വന്നു. എനിക്ക് സോറി അസ്കർ. എനിക്ക് പറഞ്ഞ പോലെ സുരേഷ് ചേട്ടന്റെ പടം, പിന്നെ അനുപമയുണ്ട്, മാധവുണ്ട്, ശ്രുതിയുണ്ട്, എല്ലാരും ഉണ്ട്. അപ്പൊ അതൊക്കെ തന്നെയാണ് എന്നെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ്. എന്താ കുറെ നാളുകൾക്ക് ശേഷം എനിക്ക് ചെയ്യാൻ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കിട്ടി. അത് ചെയ്ത് ഫലിപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം. എന്തായാലും എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് എന്റെ എക്സൈറ്റ്മെന്റ് ഇതില്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ പറഞ്ഞ ശരിയായില്ല. ഈ പറഞ്ഞ പോലെ ഈ വർഷം 3 റിലീസ് വെയിറ്റിംഗ് ആണ്. ഇപ്പൊ ഇതിലെ ക്യാരക്ടറിന്റെ പറയുന്ന പോലെ, ഇപ്പൊ വക്കീലിന്റെ ക്യാരക്ടർ പറഞ്ഞ പോലെ അതിന്റെ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. മറ്റേ കമ്മീഷണർ സുരേഷ് ചേട്ടനെ പോലെ ഒന്നും അല്ല, ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള പോലീസുകാരാണ്. അപ്പോ ഭയങ്കര ഒരു ഫാമിലി മാൻ ആയിട്ടുള്ളതും കുറച്ച് കാര്യങ്ങളുണ്ട്. ബാക്കി വിട്ടുപറയാൻ ആരും സമ്മതിച്ചിട്ടില്ല. JSK ആക്ച്വലി ഇപ്പൊ നമ്മള് ഇപ്പൊ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കേസ് റെഫറൻസ് അല്ലെങ്കിൽ കേരളത്തിൽ നടന്ന ഒരു സംഭവം എന്ന രീതിയിൽ എടുക്കാൻ പറ്റുമോ, അതോ ഒരു മൾട്ടിപ്പിൾ കേസസ് എന്ന രീതിയിലുള്ള റെഫറൻസ് പോയിന്റ് ആയിരുന്നു? അങ്ങനെ ഒരു കാര്യം പുറത്ത് പറയാൻ പറ്റുന്നതാണോ? എനിക്ക് ഇതിനെ പറ്റി വേറെ ഒപ്പീനിയൻ ഉണ്ട്. ജാനകി is obviously the victim over here. പക്ഷെ this is not just about the victim. ജാനകി റിവോൾവ് ചെയ്യുന്ന ഫിലിം ആണെങ്കിലും നമുക്കൊരു വ്യൂവർ എന്നുള്ള പെർസ്പെക്റ്റീവിൽ മനസ്സിലാവാൻ പോകുന്നത് ഒരു അക്യൂസ്ഡിന്റെ സൈഡും മനസ്സിലാവും. You can either be an actual victim or a victim who's faking it. You can be the accused who's falsely accused or correctly accused. ഇത് കോടതിയിൽ വരുന്ന facts, not the truth. Facts ആണ് പ്രൂവ് ചെയ്യുന്നത്. Whatever can be presented. ഈ 4 പെർസ്പെക്റ്റീവിലുള്ള പല ഡയമെൻഷൻസും നമുക്ക് മനസ്സിലാവും ഈ ഒരു സിനിമയിലൂടെ. I think that's my best take on this film. എല്ലാ ആൾക്കാരും ഇപ്പോ Janaki versus State of Kerala, this is about how a woman empowers herself, how she fights through one of her biggest battles against the legal system. അപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റ് വരുമ്പോൾ അതൊരു വിക്ടിം സെൻട്രിക് ആയി പോകുന്നതിനെക്കാട്ടിലും ഫ്രം എ വ്യൂവേഴ്സ് പെർസ്പെക്റ്റീവ് ഇതിലെല്ലാം ഒരു ഐഡിയ ക്ലിയർ ആയിട്ട് കിട്ടും. ഇറ്റ്സ് വെരി വെൽ റൗണ്ടഡ്. That's the best way to put it. നമ്മള് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മുമ്പ് സംസാരിക്കുന്നതും ഫസ്റ്റ് ഡെബ്യൂ സിനിമയുടെ റിലീസിന് തൊട്ട് മുമ്പ് എന്നുള്ള ഭയങ്കര എക്സൈറ്റ്മെന്റ്. അല്ല, ആക്ച്വലി റിലീസ് ഇതാണ് ഫസ്റ്റ് ചെയ്യുന്നത്, റിലീസ് ചെയ്യുന്നത് ഡെബ്യൂ റിലീസിന് തൊട്ട് മുമ്പ്. അപ്പൊ ആ സമയത്തും ഏറ്റവും കൂടുതൽ പറയുന്നത് ലേണിങ്ങിന്റെ കാര്യമായിരുന്നു. ഓക്കെ, വരുന്ന സമയത്ത് ഫസ്റ്റ് സിനിമ കഴിഞ്ഞ് സെക്കൻഡ് സിനിമയ്ക്ക് ലേണിംഗ് എന്ന രീതിയിൽ JSK തരുന്ന ഏറ്റവും വലിയ ലേണിംഗ് എന്തായിരിക്കും ഓർത്ത് പറയാൻ പറ്റും? എനിക്ക് ആക്ച്വലി JSK എന്ന ഒരു സിനിമ എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്തത് തന്നെ ഈ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഫസ്റ്റ് പോയിട്ട് വർക്ക് ചെയ്യുന്നത് എന്റെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടില് ഞാൻ അച്ഛൻ്റെ കൂടെയും ദിവ്യ ചേച്ചിയുടെ വർക്ക് ചെയ്യുന്നത്. വെരി എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റ്. പക്ഷെ എന്നെ ഒരു ന്യൂ കമർ ആയിട്ടും ഐ ഫെൽറ്റ് വെരി കംഫർട്ടബിൾ. ആദ്യത്തെ ദിവസം കുറച്ച് ടെൻഷൻ തനിയെ വരുത്തി വെച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇവരെല്ലാവരും സപ്പോർട്ടുമായിരുന്നു. അവിടെ നിന്ന് അനുപമയോട് വർക്ക് ചെയ്യാൻ പറ്റി, ശ്രുതി ചേച്ചിയോട് വർക്ക് ചെയ്യാൻ പറ്റി, അസ്കറിക്ക, രജിത്തേട്ടൻ, ബൈജു അങ്കിൾ, യദുചേട്ടൻ, പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെല്ലാവരും വി കൈൻഡ് ഓഫ് വർക്ക്ഡ് ആസ് എ വെരി വെൽ കണക്റ്റഡ് ടീം. ആരെയും അവിടെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ മുകളിൽ കയറി നിൽക്കാനോ ഒന്നും അല്ലായിരുന്നു നോക്കിയത്. എസ്പെഷ്യലി ആസ് എ ന്യൂ കമർ ഫോർ മീ, എനിക്ക് കിട്ടിയ ഒരു ഫാമിലി എൻവയൺമെന്റ് ആയിരുന്നു എനിക്ക് അവിടെ കിട്ടിയത്. വളരെ ഓണസ്റ്റ് ആയിട്ട് ഇപ്പൊ
if I could perform better somewhere. അത് പറയാനുള്ള സ്പേസും എല്ലാവർക്കും ഉണ്ടായിരുന്നു. I, as a newcomer again, had the space with other people. Everybody over there was more experienced than me. അവരടുത്തും പോയി സജഷൻ പറയാനുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. And വെറുതെ കേട്ട് വിടുന്നതും നമ്മളൊരു സജഷൻ പറയുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുന്നതും നമുക്ക് മനസ്സിലാവുമല്ലോ. That was also there. And yeah, ഏറ്റവും ഇങ്ങനെ ഒരു കംഫർട്ടബിൾ എൻവയൺമെന്റ് കിട്ടി അതിലൂടെ പഠിച്ചു വരാനാണ് എപ്പോഴും. That's when your mind allows you to learn the most, when you're at peace. അല്ലെങ്കിൽ സ്ട്രെസ് അടിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് പകുതിയും തലയിൽ കയറത്തില്ല. ഇങ്ങനെ you can understand what I'm trying to say, right? That's the environment that I got on set, the people I had around me, അതാണ് ഏറ്റവും വലിയ the artists, the technicians, everyone, including the light boy. So well-rounded, well-gelled unit, the whole team of JSK. അനുപ, ഞാൻ ചുമ്മാ ഈ ഫിലിമോഗ്രഫി നോക്കുമ്പോൾ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ കറക്റ്റ് ചെയ്യാം കേട്ടോ. 26 സിനിമകൾ ആണ് നമ്പർ ചെയ്തപ്പോ, അങ്ങനെ എണ്ണം വെക്കാറുണ്ടോ? 26 ബിക്കോസ് ലൈക്ക് കുറച്ച് പ്രോജക്ട്സ് കുറച്ച് നാളായിട്ട് ഒരു 8-9 പ്രോജക്ട്സ് റൺ ചെയ്തോണ്ടിരിക്കുന്നത്, അത് ആഡ് ചെയ്തിട്ടില്ല. 26 റിലീസായത്. അതില് നമ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ 6ാമത്തെ മലയാളം സിനിമയാണ് JSK ആയിട്ട് വരുന്നത്. 5 മലയാളം സിനിമയാണ് ചെയ്ത് 6ാമത്തെ മലയാളം സിനിമയായിട്ടാണ് JSK വരുന്നത്. ഒട്ടും ക്ലീശയില്ലാതെ ചോദിക്കാം, എന്താണ് മലയാളത്തിൽ ഇത്രയും ഗ്യാപ്പ് എടുക്കാൻ കാരണം? അത് ഇന്റൻഷണൽ ആയിട്ട് എടുത്ത ഗ്യാപ്പ് അല്ല, എപ്പോഴും പറയുന്ന പോലെ. അതെ, അത് നമുക്ക് ചില സമയത്ത് നമുക്ക് നല്ല സ്ക്രിപ്റ്റുകൾ വന്നിട്ടുണ്ടാവില്ല. കാരണം അവര് കാണുന്നത്, എന്നെ കണ്ടിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെ 6 സിനിമകളാണ് മലയാളത്തിൽ കണ്ടിട്ടുള്ളൂ. തമിഴിലാണ് ഞങ്ങൾക്ക് ഒരുപാട് സിനിമകൾ ചെയ്തതെന്ന് വെച്ചാൽ അവർക്ക് പിന്നെയും കാണാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ തെലുഗുല് ഞാൻ എന്താ ചെയ്യണേന്ന് ഇവിടെ പല ആൾക്കാർക്കും അറിയില്ല. ഡൂയിങ് ഫിലിംസ് ദേർ. പിന്നെ കന്നഡയിൽ ഒരു സിനിമ ചെയ്തു. അപ്പോ ഐ ബീൻ ഡൂയിങ് ദേർ. പിന്നെ ഇടയ്ക്ക് എനിക്ക് നല്ല സബ്ജക്റ്റുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് ഈ അടുത്ത മാസം നമുക്ക് ഡേറ്റ് വേണമെന്ന് പറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി സ്റ്റക്ക് ആയിരിക്കും. സോ അങ്ങനെ നടക്കാറില്ല. പിന്നെ മലയാളത്തിൽ ചെയ്യുമ്പോൾ ഒരു നല്ല സിനിമ ചെയ്ത് വരണമെന്ന് ആഗ്രഹമുണ്ട്. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. സോ JSK obviously I hope it's that good choice. ബാക്ക് ടു മലയാളം എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്നതാണ്. ഒരുപാട് പേരിട്ട് വിളിച്ച അങ്ങനെ പ്രഷർ ചെയ്യരുത്. ബട്ട് മലയാളത്തിൽ ഒരു സിനിമ ചെയ്യാനുള്ള ആഗ്രഹം, ഓക്കെ, നല്ലൊരു സിനിമ, ഞാൻ അതിന്റെ ഭാഗമായി. കഴിഞ്ഞ ദിവസമാണല്ലോ ഇപ്പൊ 10 years of പ്രേമം കഴിഞ്ഞ ദിവസമാണല്ലോ. ഇപ്പൊ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഇപ്പൊ കഴിഞ്ഞ റിലീസ് ഡ്രാഗണിൽ പോലും ഫസ്റ്റ് സീൻ, അനുപമയെ കാണിക്കുന്ന സീനിൽ പോലും ഈ പറഞ്ഞ പ്രേമത്തിലെ റെഫറൻസ് സ്കോർ ആയിരുന്നു, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു ഉപയോഗിച്ച്. ഇപ്പോഴും ആക്ച്വലി പുറത്ത് അതർ സ്റ്റേറ്റ് പോയാൽ ഇപ്പോഴും സംസാരിക്കുന്നതും ഡിസ്കസ് ചെയ്യപ്പെടുന്നതും പ്രേമത്തെ കുറിച്ച് തന്നെ. അത് തന്നെയാണ് ഐഡന്റിറ്റി. അതെനിക്ക് ഉറപ്പാണ്. എനിക്കാണെങ്കിലും പല്ലവിക്കാണെങ്കിലും മഡോണയ്ക്കാണെങ്കിലും നിവിൻ ചേട്ടനാണെങ്കിലും ആരാണെങ്കിലും അതിന് പ്രേമത്തിൽ നന്നായിരുന്നു കേട്ടോ, പ്രേമം നന്നായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവരവരുടെ മെമ്മറീസ് പറയും. എപ്പോഴാണ് കോളേജിൽ പഠിക്കുമ്പോ അങ്ങനെ പോയി കണ്ടതാ, അല്ലെങ്കിൽ ഞാൻ എന്റെ പിള്ളേരെ കൊണ്ട് ഇങ്ങനെ പോയി കണ്ടതാ. അവർ ആ കഥ ഇപ്പൊ 10 കൊല്ലമായിട്ടും ആൾക്കാരെല്ലാവരും അതാണ് നരേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും പടം ചെയ്തിട്ട് അല്ലല്ല, ഞാനൊന്നും പറയില്ല. ഐ ടേക്ക് ഇറ്റ് ലൈക്ക് ബിക്കോസ് അത് ഭയങ്കര പോസിറ്റീവായിട്ടാണ്. എന്റെ ആദ്യത്തെ ഫിലിം, എന്റെ ആദ്യത്തെ ഓഡിഷൻ കഴിഞ്ഞ് എങ്ങനെയോ ഭാഗ്യത്തിനും കിട്ടിയ ഒരു സിനിമയാണ്. അത് ഇത്ര വലിയൊരു കാര്യമാവുന്ന, ഇത്ര വലിയൊരു മെമ്മറി ആവുന്ന. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് കുറെ സിനിമകൾ ഹിറ്റ് ആവും, പക്ഷെ പ്രേമം ഇസ് ലൈക്ക് എ മെമ്മറി. പീപ്പിൾ ഒരുപാട് റിലേറ്റ് ചെയ്യുന്ന, ഓർത്ത് വെക്കുന്ന ഒരു സിനിമയാണ്. അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവാൻ കഴിയാന്ന് പറയുന്നത് അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. സോ ഐ ടേക്ക് ഇറ്റ് വിത്ത് ഓൾ ലവ്. എനിക്കും ആ മെമ്മറീസ് വരും when they explain it. I'm really grateful to Alphonse and the team for giving me an opportunity like that. പ്രദീപ് എന്താണ് പ്രേമത്തെ കുറിച്ച് പറഞ്ഞു? പ്രദീപ് ഈ ആദ്യം തന്നെ പ്രദീപ് ആണെങ്കിലും അശ്വത് ആണെങ്കിലും എല്ലാവരും they just start talking with പ്രേമം only. ഞാൻ പോകുന്ന എല്ലാ ലൊക്കേഷനിലും ഞാൻ കാണുന്ന എല്ലാ ആൾക്കാരും പ്രേമം നന്നായിരുന്നു കേട്ടോ എന്നാണ് ആദ്യമേ പറയാം. ഇപ്പൊ ഈ ഡ്രാഗന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ബ്ലോക്ക് ബസ്റ്റർ സൗത്ത് ഇന്ത്യ ലെവലിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. ഈ ഏറ്റവും വലിയ ഈ പറഞ്ഞ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് കയഡു പോസ്റ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം വിളിക്കുന്ന അനുപമ ചെയ്ത ക്യാരക്ടറിലായിരുന്നു, പിന്നീടാണ് മാറിയത്. അനുപമ ശരിക്കും വിളിക്കുന്ന ആര് ചെയ്യുന്ന ക്യാരക്ടറിലായിരുന്നു? ഈ ക്യാരക്ടറിലേക്ക് തന്നെയായിരുന്നു? എനിക്ക് അതൊന്നും എനിക്കറിയില്ല. ഞാൻ എവിടെയോ ഷൂട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് അശ്വത്ത് ഏതൊരു ഹിൽ സ്റ്റേഷൻ എവിടെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വീഡിയോ കോളാണ് എനിക്ക് സ്റ്റോറി നറേറ്റ് ചെയ്തത്. പക്ഷെ അറൌണ്ട് ദാറ്റ് ടൈം ഞാൻ ഇതേപോലത്തെ തന്നെ ഒരു സിമിലാരിറ്റി എന്ന് വെച്ചാൽ കഥ ഒന്നല്ല, പക്ഷെ കഥാപാത്രം എനിക്ക് പറഞ്ഞത് കീർത്തി എന്ന് പറഞ്ഞ കീർത്തി മിസ് തന്നെയായിരുന്നു എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള ഒരു കഥാപാത്രം ഞാൻ ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തിരുന്ന സമയമാണ്. സംഹൗ ഐ ഫെൽറ്റ് ദിസ് വാസ് ബെറ്റർ. ലൈക്ക് ഇത് കുറച്ചും കൂടിയും എനിക്ക്
ആസ് എൻ ആക്ടർ കുറച്ചും കൂടി എനിക്ക് ഒരു ഡിഫറെന്റ് ആയിട്ട് ഉള്ള ഒരു കഥാപാത്രമായി തോന്നിയത് ഇതുവരെ ചെയ്തിരുന്നു. ദാറ്റ്സ് ഹൗ ഐ ചോസ് ഇറ്റ്. എന്റെ അടുത്ത് ആദ്യം കീർത്തി തന്നെയാ പറഞ്ഞത്. JSKന്റെ ഏറ്റവും വലിയ ഇപ്പോൾ ഭയങ്കരമായിട്ട് പറയുന്നത് ഈ ക്ലൈമാക്സിനെ പറ്റിയിട്ടാണ്. ക്ലൈമാക്സിന്റെ ഷൂട്ടിംഗ് മീൻസ് ഏതാണ്ട് ഓൾമോസ്റ്റ് 1.5 crore ഉപയോഗിച്ച് ചെലവഴിച്ച് സ്പെൻഡ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു ഭീകര ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് ഏറ്റവും ഹൈ തരുന്നൊരു സംഭവമായിരിക്കും. ആർക്ക് വേണമെങ്കിൽ ആൻസർ ചെയ്യാം കേട്ടോ. ആരും ആൻസർ ചെയ്യാൻ ആ ക്ലൈമാക്സിന്റെ ഭാഗമായിരുന്നു. ഞാനും ഇല്ല. ആ climax-ന്റെ ഭാഗം. അല്ല സത്യം. ക്ലൈമാക്സ് സാറിന്റെ ക്യാരക്ടറിന്റെ പേര് ഒരിക്കലും മറക്കൂലല്ലോ. ഇല്ല, ഞാൻ കൊറേ അത്രയും പറയാം അതിനെ പറ്റി. വിളിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ അതാണ്. ക്രൗഡല്ല, അസ്കറൊക്കെ മറക്കൂല. അതെന്താ? അല്ല, ഭയങ്കര രസമായിട്ട് അത്യാവശ്യം ശരീരം അനങ്ങി ഞങ്ങൾ ഷൂട്ട് ചെയ്തൊരു സാധനമാണ്. ഫൈറ്റ് മാസ്റ്റർ ഒക്കെ പേര് മാത്രമേ നമ്മളെ വിളിച്ചുള്ളൂ എന്ന് തോന്നുന്നു. നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാര്യം ഞാനൊന്നും ഒരിക്കലും അങ്ങനെ മറ്റേ ശരീരം അനങ്ങി പണിയെടുത്തിട്ടുള്ള ഒരു ശരീരം അല്ലാത്തതുകൊണ്ട് ഫൈറ്റിന് നല്ല കെട്ടിത്തൂക്കി ഞങ്ങളെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എന്താ ഈ ക്ലൈമാക്സിലെ ആക്ഷൻ സീക്വൻസ്, ആക്ഷൻ ബ്ലോക്ക് എന്നുള്ള രീതിയാണ്. സുരേഷ് ഏട്ടന്റെ ഒരു കിടിലം മാസ് പരിപാടി കാണാം. ഈ പറഞ്ഞ പോലെ കോർട്ട് റൂം ഡ്രാമ എന്ന രീതിയിൽ സിനിമയെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ, അതോ എങ്ങനെയാണ് അതിന്റെ പോക്ക് പറയാൻ പറ്റുമോ? ഒരു ജോണർ സ്പെസിഫിക്? ഐ തിങ്ക് ഇറ്റ്സ് എ മിക്സ് ഓഫ് ബോത്ത്. Yeah. കോർട്ട് റൂം ഉണ്ട് കുറച്ചധികം, ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും. ബട്ട് ഓൾസോ ജാനകിയുടെ ലൈഫും പറഞ്ഞു പോകുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ ഇറ്റ്സ് എ ബിറ്റ് ഓഫ് എവറിത്തിങ്. കോർട്ട് റൂം ഉണ്ട് കുറച്ച്. ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞു ക്ലൈമാക്സ് ഇല്ല, പക്ഷെ ടുവേർഡ്സ് എൻഡ് മാറ്റി പറയണോ? അല്ല, കുറെ ക്ലൈമാക്സ് ഉണ്ട്. പ്രീ ക്ലൈമാക്സ്. സോ ടുവേർഡ്സ് എൻഡ് ആണ്. പക്ഷെ there are courtroom sequences even before that. ഷൂട്ടും ഓൾമോസ്റ്റ് പല ഷെഡ്യൂളുകളായിട്ട് നടന്നത്, ഒരുപാട് കാലം ചെന്നിട്ടായിരുന്നു ഷൂട്ട് നടന്നത്. ഭയങ്കര വലിയ മാധവന്റെ ലുക്ക് മാറാൻ വേണ്ടി, മാധവന് മെച്ചുറായി വരുന്ന ഒരു കാലഘട്ടം ഉണ്ട്. ഭയങ്കര ചെറുപ്പമായിരുന്നു. ഒരു അമ്മാവനെ പോലെ ശരിക്കും മാധവന് വേണ്ടിയിട്ടായിരുന്നു. അല്ലല്ലോ. ഇത്രയും വലിയൊരു പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇത്രയും എസ്റ്റീംഡ് ആർട്ടിസ്റ്റിനെ വെച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഡസ് ടേക്ക് എല്ലാവരുടെ ഷെഡ്യൂൾ അലൈൻ ചെയ്യാനും അങ്ങനെ ഒരുപാട്. ഒരു ഡയറക്ടറിന് മാത്രം അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിന് മാത്രം അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. അങ്ങനെ ഇറ്റ്സ് എ പ്രോജക്ട് ദാറ്റ് ടുക്ക് അബൌട്ട് 2 years ടു കംപ്ലീറ്റ്. ആൻഡ് അത്രയും തന്നെ എവറി സിംഗിൾ സീൻ ഇൻ ദിസ് മൂവി ഈസ് ക്വൈറ്റ് ഇന്റൻസ്. ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു മെന്റൽ ടോൾ ഉണ്ട്. അത് നമ്മൾ മനുഷ്യർ തന്നെ വർക്ക് ചെയ്ത് തന്നെയല്ലേ ചെയ്യുന്നത്. അതെല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് we took our time. We didn't want to rush with JSK. പതുക്കെ ആയിരുന്നു, step by step. When the project is completed, Praveen Jain, I'm sure, has done a wonderful job. ഞാൻ ഇപ്പോഴും ഫുൾ സിനിമ കണ്ടിട്ടില്ല. നിങ്ങൾ എല്ലാരും കണ്ടതാണോ? ഡബ് ചെയ്തപ്പോ മാത്രമേ കണ്ടിട്ടുള്ളൂ. You can understand the difference, right? ഡബിങ്ങിന്റെ സമയത്ത് കാണുന്ന ഫൈനൽ പ്രോഡക്റ്റും it's going to be very different. I feel like കഥ കേട്ടപ്പോ തന്നെ കഥയ്ക്കൊരു വെയിറ്റ് ഉണ്ടല്ലോ. ഇറ്റ് വാസ് എ വെരി ഹെവി പ്രോജക്ട്. അപ്പം അതിന് അതിൻ്റെതായിട്ടുള്ള ടൈം എടുത്ത് മൾട്ടിപ്പിൾ ലൊക്കേഷൻസ്, അപ്പൊ അങ്ങനെ ടൈം എടുത്ത് ഷൂട്ട് ചെയ്യേണ്ട കുറെ സീക്വൻസസ് തന്നെ ഉണ്ടായിരുന്നു. ലൈക്ക് ഇപ്പോ പറഞ്ഞ ക്ലൈമാക്സ് തന്നെ ഐ ഡോണ്ട് നോ ഹൗ മെനി ഡേയ്സ് ഡിഡ് ഇറ്റ് ഗോ ഫോർ. മെനി ഡേയ്സ് നോ ദ ഫൈറ്റ് സീക്വൻസ്. The climax sequence അത് പ്ലാൻ ചെയ്ത് വരാൻ തന്നെ. സോ യു നോ, സോ നാഗർകോവിൽ ആണ് ഷൂട്ട് ചെയ്തത്. കമ്പം കമ്പം. ഈ നമ്മൾ ആദ്യം തന്നെ അസോസിയേറ്റ് ചെയ്ത് ശ്രുതി പറഞ്ഞല്ലേ, ഈ അഡ്വക്കേറ്റ് എന്ന ലീഗൽ ടേംസും ഫയർ ബ്രാൻഡ് ഡയലോഗ്സ് എന്നൊക്കെ പറഞ്ഞു. ഇതിൻ്റെ ഒരു ഇപ്പോൾ സുരേഷ് ഏട്ടനെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു പ്രെപ്പ് എന്നുള്ള ഒരു സ്റ്റേജ് എത്തരത്തിലാണ്? ഈ പറഞ്ഞ ഈ ലീഗൽ ടേംസും ഈ ഡയലോഗ്സും ഒക്കെ ഭയങ്കര അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണോ, അതിന് മുന്നേ ഒരു ഭീകര പ്രെപ്പ് നടക്കുന്നുണ്ടോ? I think അച്ഛൻ്റെ ഒരു ഏർലി സ്റ്റേജിലാണെങ്കിൽ എനിക്കത് പറയാൻ പറ്റത്തില്ല. At this stage, I do see preparation, but he's already a very educated man. He's a Union Minister of State for Petroleum, Natural Gas and Tourism. He's out there sleeping at 11 o'clock at night, waking up at 3, packing his bags, boarding a flight. Flight കയറി ഉറങ്ങുമല്ലേ ചെയ്യുന്നത്. അപ്പോഴും അവിടെ പോയിട്ടുള്ള മീറ്റിംഗ്സിന്റെയും അതിന്റെ മെമോ, the brief, he's reading all of that. If he has a bigger, let's say a Lok Sabha session, he goes deep into what's being discussed. അതായത് ഒരു കാര്യം വെറുതെ വായിച്ചതിന് സർഫസ് ലെവലിലല്ല റീസെർച്ച് ചെയ്യുന്നത്. അതിനെപ്പറ്റി അതിന്റെ ഓരോ ഡീറ്റെയിലും ഇരുന്ന് അന്വേഷിച്ച് അതിനെപ്പറ്റി പഠിക്കാൻ താല്പര്യമുള്ള ആളാണ്. ഹീസ് ബെൻ ലൈക്ക് ദാറ്റ്. ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ അച്ഛൻ അങ്ങനെ തന്നെയായിരുന്നു പണ്ട് തൊട്ട്.
ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ ഐ തിങ്ക് അനുപമ ശ്രുതി ചേച്ചി നേരത്തെ പറഞ്ഞു ഇത്രയും ഒരു ഹിസ് നോട്ട് എ ലോയർ. ഇപ്പൊ ലീഗൽ ടേംസ് വെറുതെ ഇപ്പൊ ശ്രുതി ചേച്ചി ഡയലോഗ്സ് അവിടെ നമ്മൾ റിഹേഴ്സൽ ഷോട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഈവൻ ഓൺ ദ ടേക്ക് പോകുമ്പോഴത്തേക്കും ഇഫ് ഹി ഹാസ് ദ കേപ്പബിലിറ്റി ടു പ്രൊവൈഡ് എ സജഷൻ, ഒരു അഭിപ്രായം പറയാനുള്ള ഒരു അതിന് വേണമല്ലോ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് നോളജ്. അത് ഈ സീക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രം, വർഷങ്ങളായിട്ട് സീക്ക് ചെയ്തുകൊണ്ട് മാത്രം വന്ന് കിടക്കുന്നതാണ്. പിന്നെ ഓബിയസ്ലി ചിന്താമണി കൊലക്കേസിൽ ലാൽകൃഷ്ണ വിരാടിയാർ എന്ന ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോൾ ഹി വാസ് ഓൾസോ ഈക്വലി ഇൻവെസ്റ്റഡ് ഇൻ ദാറ്റ് സ്ക്രിപ്റ്റ്. എല്ലാ സിനിമയും ആ റെസ്പെക്ടോടെയാണ് അച്ഛൻ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു മസിൽ മെമ്മറി അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് ഇൻഫർമേഷൻ മനസ്സിലുണ്ട്. ഡേവിഡ് ആവിൽ ഡോണോവൻ yes in JSK is completely different to Lal Krishna Viradiar, but you'll sense the same Suresh Gopi in both. രണ്ട് ക്യാരക്ടറിലും സുരേഷ് ഗോപി ഫീൽ ചെയ്യും. ഒരു സിമിലാരിറ്റി ആളുകൾ ഈ ചൂണ്ടിക്കാണിച്ച് പറയുമ്പോൾ ഭയങ്കര അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടോ അതോ ഇറ്റ്സ് ഓക്കെ എന്നുള്ള ഫീൽ ആണോ? എല്ലാവരും വക്കീൽ വേഷം എന്ന് പറയുമ്പോൾ ആദ്യം കണക്ട് ചെയ്യുന്നത് ചിന്താമണിയിലോട്ടാണ്. അതാ സിനിമയുടെ ഒരു ലെഗസി. അതെ, സിനിമയുടെ ഒരു the imprint that movie has left. അതെ. As a fan in Anupama. എന്താ പറയാ, നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്കും എവറി ആക്ടർ aspires to portray that characters 100%. അതായത് അവരെ മാറ്റി വെച്ച് ആ ക്യാരക്ടറിന്റെ 100% മാത്രം പോർട്രേ ചെയ്യണ എല്ലാ ആക്ടറും നോക്കുന്നത്, ഈവൻ ഫോർ ദ സ്മോളസ്റ്റ് റോൾ. പക്ഷെ ദാറ്റ്സ് നിയർ ഇംപോസിബിൾ ആസ് വി ആർ ഓൾ ഹ്യൂമൻസ് ലൈക്ക് ഐ സെഡ്. അപ്പൊ ചില ക്യാരക്ടേഴ്സ് നമുക്കൊരു 80% ക്യാരക്ടർ, 20% ഹ്യൂമൻ. ഞാൻ കുമ്മാട്ടിക്കളി ചെയ്ത സമയത്ത് പറഞ്ഞു 60% or 40% ക്യാരക്ടർ ആൻഡ് മാധവ് സുരേഷിന്റെ പേഴ്സണാലിറ്റിയിൽ ഒന്നൊരു സ്പ്ലിറ്റ്. അപ്പോൾ ഐ തിങ്ക് ചിന്താമണി ആണെങ്കിലും right now for JSK he's not a professional lawyer. അപ്പോൾ ഒരു ലോയറായിട്ട് അഭിനയിക്കുകയാണ്. ആ ലോയറായിട്ട് അഭിനയിക്കുന്നതിന്റെ മാനറിസം ഒന്ന് ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പല വേറെ ആസ്പെക്റ്റിലും ഒരു ഫോക്കസ് ചെയ്യാനുള്ള ഒരു സ്പേസ് കാണത്തില്ല, ഒരു കപ്പാസിറ്റി കാണത്തില്ല. ചില ക്യാരക്ടേഴ്സ് അല്ല, ഇപ്പോൾ പോലീസ് വേഷം ചെയ്യുമ്പോൾ ഓവർ ടൈം ഹീസ് ഡൺ എ ലോട്ട് ഓഫ് ക്യാരക്ടേഴ്സ്. അത് നാച്ചുറലി അതിന്റെ ഒരു പ്രകൃതം ആ ഭാവത്തിൽ നാച്ചുറൽ ആയിട്ട് തന്നെ വരും. അപ്പോൾ when you're trying to do something, ഒരു 20% ഒരു 30% ഫോർ an experienced actor like him, അത് നമ്മുടെ പേഴ്സണാലിറ്റി അതിൽ കയറി വരും. ഈ ഫയർ ബ്രാൻഡ് എന്ന് പറയുന്ന തിങ് അത് രണ്ട് ക്യാരക്ടറിലും ഉണ്ട്, ലാൽകൃഷ്ണ വിരാടിയാർ ആൻഡ് ഡേവിഡ് ആബിൽ ഡോണോവൻ. ദാറ്റ്സ് ഡെഫിനറ്റ്ലി സുരേഷ് ഗോപി. That firebrand is Suresh Gopi. കാര്യം കോർട്ടിൽ ഒരിക്കലും ഇങ്ങനെ വാദിക്കാൻ പറ്റത്തില്ല. That way, the way he did it in Chintamani, and I'm sure when you see JSK, the way he did it in JSK. അത് സുരേഷ് ഗോപി പേഴ്സണാലിറ്റി തന്നെ കയറി വന്നത്. സിനിമ കഴിഞ്ഞിട്ട് ആ ഒരു ആംഗിളും സംസാരിക്കപ്പെട്ടെ ഭയങ്കരമായിട്ട്. See, ഇപ്പൊ ഒരു ഉദാഹരണം ലാൽ സർ, മോഹൻലാൽ സർ നടക്കുന്നതിന് ഒരു ചരിവ്, അത് അദ്ദേഹം ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സിനും ഉണ്ടല്ലോ. That's the part of Mohanlal that comes into every character. Just like that. ഇപ്പൊ JSKന് ശേഷം ബൈസന്റെ അപ്ഡേറ്റ് എന്താണ്? ബൈസൺ October 17 ദിവാലി റിലീസ് ആണ്, കൺഫേം ആണ്. കൺഫേം ആണ്. ബൈസൺ ഷൂട്ട് കഴിഞ്ഞു. ഇറ്റ്സ് സംതിങ്, ഇറ്റ്സ് എന്റെ ലൈഫിൽ ഒരു വർക്ക്ഷോപ്പ് പോലെയായിരുന്നു ഒരു സിനിമയായിരുന്നു ബൈസൺ. മാരി സെൽവരാജ് സാർ ആണ് ഡയറക്ടർ, ലൈക്ക് ഐ എം ഷുർ യു നോ. അത് എന്താ പറയാ, അത് ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാ. പിന്നെ അതിന് ഞാൻ എന്നെ കൊണ്ട് മാരി സാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിരുന്നു. ഞാനും ഉണ്ട്, രജിഷ വിജയൻ, ഷി വാസ് ഓൾസോ പാർട്ട് ഓഫ് ഇറ്റ്. സോ എപ്പോഴും മലയാളത്തിൽ നിന്ന് ഒരു ആക്ടർ എപ്പോഴും, മുന്നേ സിനിമയായാലും നിഖില ഉണ്ടായിരുന്നു, മലയാളത്തിൽ നിന്ന് എപ്പോഴും ഒരു പിക്ക് മാരി സാറിന്റെ. പരിയേരും മാത്രമേ ഇല്ലാത്തുള്ളൂ. ആക്ച്വലി പരിയേരും പെരുമാളിന് സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഡേറ്റിന്റെ ഇഷ്യൂ കാരണം എനിക്ക് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് സംതിങ് ദാറ്റ് ഐ റിയലി ഫീൽ സാഡ് അബൌട്ട്. അപ്പോൾ അതെ, ആനന്ദിയുടെ ക്യാരക്ടർ. ഹി കോൾ മീ ദെൻ എന്റെ അടുത്ത്, ഞാൻ ഏതൊരു ഷോപ്പിംഗ് മാളിന് മുന്നിൽ വണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്താണ് നറേറ്റ് ചെയ്തിരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് സാറ് അധികം സംസാരിക്കില്ല, സാർ ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാണ്ട് ഏതോ കഥയൊക്കെ പറഞ്ഞു. പക്ഷെ ഐ വാസ് ലൈക്ക്, എന്റെ ഡേറ്റ്സ് ഒക്കെ ബിസി ആയിരുന്നത് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഐ ജസ്റ്റ് ഫീൽ വെരി സാഡ്, ഐ കുഡന്റ് ഡു ഇറ്റ്. പക്ഷെ മേ ബി ഐ വാസ് ഡെസ്റ്റിൻഡ് ടു ഡു ബൈസൺ. അപ്പോ അത് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നാണ്. ഐ മീൻ ഇറ്റ് ഇസ് ലൈക്ക് ഗോണ ബി എ മാരി ഫിലിം. പിന്നെ ദിസ് ഇസ് കബഡി ബേസ്ഡ് ഫിലിം. സോ അപ്പോ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫിലിം ആയിരിക്കും. ഞാനും അതിൽ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. മാരി സാറിന്റെ എപ്പോഴും പറയുന്നത് പുള്ളിക്കാരൻ മീൻസ് സ്വയം ഉള്ള സ്റ്റോറീസ് ആയിരിക്കും കൂടുതൽ ആക്ടേഴ്സ് ആയിട്ട് നരേറ്റ് ചെയ്യുന്നത്. ഇതിലും ആ രീതി തന്നെയാണ്, കുറച്ചുകൂടെ ഓട്ടോബയോഗ്രഫി. മാരി സാറിന്റെ
ലൈഫോ മാരിസാറിന്റെ ചുറ്റുമുള്ള ആൾക്കാരുടെ ലൈഫും പിന്നെ അതിനൊക്കെ ഇൻസ്പയർഡ് ആയിട്ടാണ് മാരിസാറിന്റെ എല്ലാ കഥകളും ഉണ്ടാവുക. ഓൾ ദ സഫറിങ്സ് അല്ലെങ്കിൽ ഓൾ ദാറ്റ് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ആളുടെ ലൈഫിന്റെ ഒരു സ്ലൈസ് ആയിരിക്കും അതിലിട്ടിട്ടുണ്ടാവുക. ദാറ്റ്സ് ഡെഫിനറ്റ്ലി ഗോണ ബി ദേർ. It's gonna be a good film. I know. ബാക്കി ഇൻഫർമേഷൻസ് എനിക്ക് എത്രത്തോളം പറയണമെന്ന് അറിയില്ല. എനിക്ക് ചീത്ത വെക്കും മാരിസാറിന്റെ അടുത്ത്. So ഓക്കെ ഓക്കെ. സോ ഈ ബൈ ബൈ ബൈപ്പാസ് അല്ലാതെ ഇനിയുള്ള പ്രോജക്ട്സ്, ഇനിയുള്ള വിശേഷങ്ങൾ? ഇനി ഇപ്പൊ ഫ്രാൻസും ഞാനും റൈറ്റിംഗ് സംതിങ് ടുഗദർ. ഷോർട്ട് അല്ല, ഇനി ഫുൾ ഫീച്ചർ ഫുൾ ഫീച്ചർ ഉറപ്പായിട്ടും. അതാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് Writing. സ്റ്റേജിലാണ് പറയാൻ പറ്റും? മീൻസ് ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയ ഒരു അതൊക്കെ കഴിഞ്ഞു. പിച്ചിങ് പ്രോസസ്സിലാണ്. പിച്ചിങ് പ്രോസസ്. കാസ്റ്റ് പറയാൻ പറ്റും? കാസ്റ്റ് പറയാൻ പറ്റും? ഒരു കാസ്റ്റ് ഇങ്ങനെ ഓരോന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട്. അല്ല, I'm acting in it also. ഓക്കെ. ഞാൻ വിചാരിച്ചു ഈ കൂട്ടത്തിൽ വേറെ ആരെങ്കിലും അത് I don't know, we'll pitch it to them. സോ അങ്ങനെ ആ സ്റ്റേജിലാണ്. നിങ്ങളെ കേട്ടതാ കഥ? ഇല്ല ആരും കേട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഞാൻ പറയുന്നത്. സോ നമുക്ക് മോർണിംഗ് എക്സ്ക്ലൂസീവ്. ഇല്ല, ദാറ്റ്സ് വാട്ട്സ് ഹാപ്പനിങ് ഇപ്പൊ. പിന്നെ ഫ്രാൻസിസ് വേറെ എഴുതുന്നുണ്ട് ഓൺ ഹിസ് ഓൺ. എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ് മാത്രമേ ഞാൻ. ഫ്രാൻസ് കുറച്ചുകൂടെ വേഴ്സ്റ്റൈലാണ് റൈറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. നിങ്ങൾ എങ്ങനെ ആക്ച്വലി സ്ക്രിപ്റ്റ് പിച്ച് ചെയ്യുക? അതായത് ഭയങ്കര ഇൻഫോർമൽ ആയിട്ടുള്ള നടക്കുന്ന കോൺവെർസേഷൻസ് സ്ക്രിപ്റ്റിലേക്ക് റൈറ്റിംഗ് ചിലപ്പോൾ ഫ്രാൻസിസിന് ഒരു 1 ലൈൻ വരും, എന്നിട്ട് അത് എനിക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ അപ്പൊ ഇപ്പൊ എഴുതുന്ന ഈ സ്ക്രിപ്റ്റ് ഫ്രാൻസിസ് ഐ തിങ്ക് 2020 എന്നോട് പിച്ച് ചെയ്ത സ്ക്രിപ്റ്റ് ആണ്. ശ്രുതിയോട് പിച്ച് ചെയ്ത് പറഞ്ഞാൽ ആക്ടർ ആയിട്ടാണോ? ആക്ടർ ആയിട്ട്. അന്ന് എനിക്ക് വർക്ക് ആയില്ല. 2021 വീണ്ടും പിച്ച് ചെയ്തു, വർക്ക് ആയില്ല. It was a true test of our marriage. എന്നിട്ട് 23 we started, there was something, എന്തോ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ സ്ക്രിപ്റ്റില്. But something changed and then both of us അപ്പോഴാണ് 2020 I had not started writing yet. അപ്പൊ ഇപ്പോഴാണ് I'm like, oh, okay, let's work together ഇതിലെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ് വന്നത്. പക്ഷെ പൊതുവെ either of us നമുക്കൊരു 1 ലൈൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മറ്റേ വർക്കായി. ലൈക്ക് ഫ്രാൻസിസ് എനിക്കൊരു 1 ലൈൻ പറഞ്ഞാൽ എനിക്ക് വർക്കായി എന്നുണ്ടെങ്കിൽ we'll work on it together. ഇല്ലാന്നുണ്ടെങ്കിൽ he'll develop it on his own. കാരണം എനിക്ക് ഈ ആക്ഷൻ പരിപാടി അതൊക്കെ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡ്രാമയാണോ എഴുതാൻ? എനിക്ക് റൊമാൻസ് ആൻഡ് കോമഡിയാണ് ഇഷ്ടം. സോ കോമഡി ആണെങ്കിൽ ഐ ഇമ്മീഡിയറ്റ്ലി ബി എ പാർട്ട് ഓഫ് ഇറ്റ്. അല്ലെങ്കിൽ ത്രില്ലേഴ്സ് എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. ഐ ഹവ് നോട്ട് ട്രൈഡ് വെഞ്ചറിങ് ഇൻ ടു ദാറ്റ്. അപ്പൊ ഫ്രാൻസിസിന് അങ്ങനത്തെ എന്തെങ്കിലും സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ഹീൽ പ്രോബ്ലി റൈറ്റ് ഇറ്റ് ഓൺ ഹിസ് ഓൺ ഓർ ഹി ഹാസ് അതർ റൈറ്റിംഗ് പാർട്ട്നേഴ്സ്. സോ എനിക്ക് റൈറ്റിംഗ് പാർട്ട്ണർ ഫ്രാൻസിസ് മാത്രം. ഈ പെർഫോമൻസിന്റെ ഇടയിൽ ഈ പറഞ്ഞ വർക്ക് എങ്ങനെ സ്കെഡ്യൂൾ ചെയ്യുക? അതായത് ഒരു സമയം ഉറപ്പായിട്ടും എഴുത്തിന് മാറ്റി വെക്കുന്ന രീതിയിലാണ്? മീൻസ് മൾട്ടിപ്പിൾ കാര്യങ്ങളാണ്. ഇപ്പൊ ബൈ ബൈ പേപ്പേഴ്സ് പോലെ ഒരു കളക്റ്റീവിന്റെ സ്വഭാവമായിട്ട് ഒരു തിയേറ്റർ ഒരു ഷോ റൺ ചെയ്യുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഇടയിൽ കൂടെ റൈറ്റിംഗ്. ഇത് എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്? സമയമുണ്ട്, അത് ഭയങ്കര കൂളാണ്. ഐ മീൻ വി ആർ ലിവിങ് ടുഗദർ നോ. അപ്പോൾ എനിക്കൊരു ഐഡിയ വന്നാൽ അത് അപ്പൊ തന്നെ ഡെവലപ്പ് ചെയ്യണം. ആൻഡ് ഫ്രാൻസിസ് ഇസ് ഓൾവേസ് ഓൺ ബോർഡ്. പിന്നെ ഫ്രാൻസിസ് വിൽ നമ്മളത് ഐഡിയേറ്റ് ചെയ്തിട്ട് ഫ്രാൻസിസ് അത് എഴുതും, എന്നിട്ട് വിൽ റീഡ് ഇറ്റ് ടുഗദർ. എന്നിട്ട് അത് വർക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഐഡിയേറ്റ് ചെയ്യും. പക്ഷെ ഫൈൻഡിങ് ടൈം ഫോർ തിങ്സ് ലൈക്ക് ദിസ് അത് അത്രയും ബുദ്ധിമുട്ടൊന്നുമല്ല. മേ ബി ത്രൂ ദ ഡേ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ രാത്രി വിൽ സിറ്റ് ആൻഡ് വിൽ വർക്ക്. അത് ഒരു ഫൺ ആയിട്ടുള്ള പ്രോസസ് ആയതുകൊണ്ടാണ്. അത് ഇഫ് ഇറ്റ് ഈസ് നോട്ട് എക്സൈറ്റിംഗ് പിന്നെ then that's when finding time becomes a problem. ഇത് കുഴപ്പമില്ല. ആസ്കർ, JSK കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് 2 റിലീസസ് നെക്സ്റ്റ് മേനെ പ്യാർ കിയ എന്ന് പറഞ്ഞൊരു മൂവിയാണ്. അത് കഴിഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞൊരു മൂവി. അതാണ് ഇപ്പോ ഷൂട്ട് നടന്നോണ്ടിരിക്കുന്നത്, തയ്യാറായി. രണ്ടും ഭയങ്കര എക്സൈറ്റ്മെന്റ്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്, കൊതിച്ചു കിട്ടിയ. ഈ വർഷം ബിസിയാണ്. ഈ വർഷം ഇൻഷാ അല്ലാഹ് പോകുന്നു. നന്നായി. വലയാണ് ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് ഉറപ്പായിട്ടും. വലയ്ക്ക് മുന്നേ എനിക്ക് ചോദിക്കാനുള്ളത് മണിയും ചിറ്റപ്പൻ എപ്പോ വരും എന്നുള്ളത് അറിയോ? ഇല്ല. അരുണറിയോ? അരുൺ സന്ധുവിന് അവിടെ തന്നെ ചോദിക്കണം. ആള് ഇപ്പൊ വലയുടെ വർക്കിലാണ്. വലാസ് ഗോണ ബി എ കോൺസ്റ്റന്റ് പ്രോസസ്. നമ്മുടെ ഫസ്റ്റ് ഷെഡ്യൂൾ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തു. മൂവിംഗ് ഓൺ, വി ഹാഡ് സം എക്സ്ട്രാ വർക്ക് ടു ഡു. മാധവന്റെ പോർഷൻസ് കഴിഞ്ഞ അവസ്ഥയാണോ അതോ ഉണ്ടായിരുന്നു? ഇല്ല, തുടങ്ങിയിട്ടില്ല. Getting started. Okay. Wala something big.
think for the industry itself. So I'm very grateful to be a part of that project. For more than anything else, ജഗദീഷ് ശ്രീകുമാർ സർ ഇങ്ങനെ ഒരു സിഗ്നിഫിക്കൻറ്റ് ക്യാരക്ടറിൽ റിട്ടേൺ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ഞാനൊക്കെ അദ്ദേഹത്തിനെ കണ്ട് ആസ്വദിച്ച് വളർന്ന ഒരാളാണ്. So it's a very proud moment for me and my family, and not just me, my brother also gets to work in a project that he's more of a significant comeback. ഇപ്പൊ CBI ലാണെങ്കിലും it was a very small sequence, almost 10 seconds അല്ലേ ഫ്രെയിം വന്നിരിക്കുന്നത്. ഇതിൽ he's there throughout the movie. വോയിസ് ഓവർ വന്നിട്ടുണ്ട്. What more could I ask for as an actor? വളരെ അടിപൊളിയാവട്ടെ. എല്ലാവിധ ആശംസകളും. അപ്പോൾ JSK വലിയ വിജയമാവട്ടെ. സിനിമയ്ക്ക് ശേഷം നമുക്ക് സംസാരിക്കാൻ പറ്റും. Thank you. Thank you so much. Thank you so much.